നെരൂദയെ പറഞ്ഞ് തെറി. ഒരു കടലാസിൽ നെരൂദയുടെ കവിത പകർത്തിയെഴുതി പല പ്രാവശ്യം വായിച്ചു പഠിച്ചു. ഒരു കടലാസിൽ നെരൂദയുടെ കവിത പകർത്തിയെഴുതി പല പ്രാവശ്യം വായിച്ചു പഠിച്ചു. ഇന്ന് പറയണം, ഞാൻ തീരുമാനിച്ചുറച്ചു. ഇന്ന് പറയണം. അവൾ നടന്നു വരുന്നിടത്ത് മാറി നിന്നു. ഞാൻ കാത്തു നിന്നു. ഒന്നും കൂടി കടലാസ് എടുത്ത് ഓർമ്മയുണ്ടോ എന്ന് നോക്കി. ഒന്നും കൂടി കടലാസ് എടുത്ത് ഓർമ്മയുണ്ടോ എന്ന് നോക്കി. യെസ്, ഓർമ്മയുണ്ട്. എല്ലാം കൃത്യമായി ഓർമ്മയുണ്ട്. ദൂരെ നിന്നും അവൾ നടന്നു വരുന്നു. ഞാൻ അക്ഷമനായി കാത്തു നിന്നു. കൂട്ടുകാരിയുടെ കൂടെയാണ്. അവർ അടുത്തെത്താറായി. ഞാൻ മെല്ലെ അവരുടെ അടുത്തേക്ക് നടന്നു. സജിത ഞാൻ വിളിച്ചു. രണ്ടുപേരും എന്നെ നോക്കി. ഞാൻ കണ്ണടച്ച് അവർക്ക് നെരൂദ വിളമ്പി. കണ്ണു തുറന്നപ്പോൾ അവരവിടെ തന്നെ നിൽപ്പുണ്ട്. അവർ എന്നെ നോക്കി ചിരിച്ചു. എന്നിട്ട് അടുത്തുകൂടി നടന്നുപോയി. അല്പം കഴിഞ്ഞ് കൂട്ടുകാരി എന്നെ തിരിഞ്ഞു നോക്കി. ചിരിച്ചുകൊണ്ട് താങ്ക്സ് എന്ന് പറഞ്ഞു. ഞാൻ നോ മെൻഷൻ എന്ന് തലയാട്ടി. കൂട്ടുകാരിയുടെ കൂടെ നടന്നുപോയ അവൾ എന്നെ തിരിഞ്ഞു നോക്കിയില്ല. നാണം കൊണ്ടായിരിക്കും. അടുത്ത ദിവസം അതാ വീണ്ടും. കൂട്ടുകാരി മാത്രമുണ്ട്, അവളില്ല. കൂട്ടുകാരി എൻ്റെ അടുത്തേക്ക് തന്നെയാണ്. പ്രശ്നമായോ എന്ന് ഞാനൊന്ന് ഭയന്നു. കൂട്ടുകാരി ചിരിക്കുന്നുണ്ട്. ഞാനും ചിരിച്ചു. എൻ്റെ അടുത്തെത്തി എന്നെ നോക്കി, സജിത എന്നാണ് എൻ്റെ പേര് എന്ന് നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലായി? പിന്നെ കുലുങ്ങി ചിരിച്ച് നടന്നകന്നു. ഞാൻ അന്തം വിട്ട് നോക്കി നിന്നു. എൻ്റെ നെരൂദ, എൻ്റെ പ്രണയ നെരൂദയെ കിട്ടിയത് അവൾക്കായിരുന്നില്ല. സജിത, അതല്ല അവളുടെ പേര്. അതല്ലേ അവളുടെ പേര്. നെരൂദയുടെ കവിത പൂർണ്ണമായും ഓർമ്മ വന്നു. പക്ഷെ അവളുടെ പേര് മറന്നുപോയി. എനിക്ക് പിന്നാലെ ഓടിപ്പോയി പറയണമെന്ന് തോന്നി, കൂട്ടുകാരി നീയല്ല, സോറി, അവളാണ് എൻ്റെ. ഞാൻ നെരൂദയെ 4 തെറി പറഞ്ഞു. പക്ഷേ നെരൂദ എന്ത് പിഴച്ചു? ഇനി എന്ത് ചെയ്യും? അവളുടെ പേരെന്തായിരുന്നു? നെരൂദ, സജിത. വേണ്ട. പേരറിയുന്നവരുടെ പ്രണയമാണ് സത്യമെന്ന് പേരറിയാത്ത ആരോ പറഞ്ഞിട്ടുണ്ട്. പേരറിയുന്നവരുടെ പ്രണയമാണ് സത്യമെന്ന് പേരോർമ്മയില്ലാത്ത ആരോ പറഞ്ഞിട്ടുണ്ട്. താങ്ക്സ് നെരൂദ.